കോഴിക്കോട് ചെറുവണ്ണൂരിൽ യുവതിക്ക് നേരെയുണ്ടായ ആസിഡ് ആക്രമണത്തിൽ പോലീസിന് നേരെ വിമർശനവുമായി കുടുംബം. ലഹരിക്കടിമയായ പ്രതിയിൽ നിന്നും ആക്രമണം ഉണ്ടാകുന്നതായി നിരവധി തവണ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന് യുവതിയുടെ അമ്മ പറഞ്ഞു. ബാലുശ്ശേരി പോലീസ് പരാതിയിൽ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്നലത്തെ ആക്രമണം ഒഴിവാക്കാമായിരുന്നുവെന്നും അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. മുൻ ഭർത്താവ് പ്രശാന്ത് പ്രവിശയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു. 2 ദിവസം മുമ്പും ആക്രമിക്കാൻ ബൈക്കിൽ പിന്തുടർന്നെത്തി. 8 പ്രാവശ്യം പരാതി നൽകിയിട്ടും ബാലുശ്ശേരി പോലീസ് നടപടിയെടുക്കാൻ തയ്യാറായില്ല. പ്രതിയെ ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത്. നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകില്ലായിരുന്നുവെന്നും മാതാവ് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ വീട്ടിൽ വരൂലാലോ. പിന്നെ അതുപോലെ ഓരോരോ വാണിങ് കൊടുക്കും. നിങ്ങൾ പുറത്ത് അമ്പാത്ത് പുറത്ത് ഈ ഭാഗത്ത് പുറത്ത് പിറ്റേ അത് കഴിഞ്ഞ് പിന്നെ ഒരു 4-5 മാസം കഴിയുമ്പോൾ പിന്നെ വരും. ഇവന് കുഴപ്പമെന്ന് വെച്ചാൽ മദ്യപിച്ചാൽ എപ്പോഴും കുഴപ്പം തന്നെയാണ്. പിന്നെ കുറച്ച് പിന്നെ മുന്നോട്ടെത്തിയപ്പോൾ 2-3 പ്രാവശ്യം കുടിയൊക്കെ നിർത്തിയാലേ പിന്നെ മദ്യപിച്ചാൽ വെറും പ്രാന്ത. അങ്ങനെയാണെന്ന് എല്ലാവരും അടിക്കും. ഞാളൊക്കെ മുന്നിലിട്ടിട്ട് ഓളെ വല്ലാണ്ട് അടിച്ചു. തലയ്ക്കൊക്കെ അടിക്കുക. കണ്ണൊന്നുമില്ല, ഒരു കണ്ണ് പോയിക്കോളെ. 7 വർഷം മുമ്പ് മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പ്രവിശയുടെ സഹോദരന് നേരെയും ആക്രമണമുണ്ടായി. ചെയ്യൂന്നോനൊരു സംഗതി പറഞ്ഞാൽ ചെയ്യും. പെട്രോൾ ഒഴിച്ചേക്ക് തീയിട്ടങ്ങനെ സിഗരറ്റ് അടിക്കാൻ നോക്കുമ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ തട്ടിത്തെറിപ്പിച്ചിട്ട് അന്ന് പിന്നെ ഇതിലൊക്കെ ചൈൽഡ് ലൈനിലൊക്കെ പരാതി കൊടുത്താൽ ഞാൻ. വിവാഹബന്ധം വേർപെടുത്തിയിരുന്നുവെങ്കിലും കൂടെ വരണമെന്ന ആവശ്യം പ്രവിശ നിരാകരിച്ചതാണ് വൈരാഗ്യത്തിന് കാരണം. പ്രവിശയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തയച്ചതായും മാതാവ് പറഞ്ഞു. ഇന്നലെ രാവിലെയാണ് ചെറുവണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന പ്രവിശയ്ക്ക് നേരെ മുൻ ഭർത്താവ് പ്രശാന്ത് ആസിഡ് ഒഴിച്ചത്. ശരീരമാസകലം പൊള്ളലേറ്റ യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനം, കോഴിക്കോട്.